Good evening, all of you. അപ്പോൾ ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റിന്റെ ലാസ്റ്റ് പോർഷൻ സ്റ്റാർട്ട് ചെയ്യാം. സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈൻ. അപ്പോൾ ഒരു 4 ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. അല്ലാതെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈനിൽ ഈ 4 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തിയറട്ടിക്കൽ കോൺസെപ്റ്റ്സ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈൻ? ഈ സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈൻ എന്ന് പറയുന്നത് SP ഡിസൈൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ SP ഡിസൈൻ എന്ന് പറയുന്നത് ഒരു 2 സ്റ്റേജ് റാൻഡമൈസ്ഡ് ഡിസൈൻ ആണ്. ഒരു 2 സ്റ്റേജ് റാൻഡമൈസ്ഡ് ഡിസൈൻ ആണ്. അതായത് ഇപ്പോ ആ ഡിസൈനിന്റെ കീ പോയിന്റ്സ് അല്ലെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പോയിന്റുകൾ പറയുന്നതിന് മുന്നേ അതിന്റെ ഒരു തിയറട്ടിക്കൽ കൺസെപ്റ്റ് പറയാം. ഇപ്പൊ സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈൻ എന്ന് പറയുമ്പോൾ എങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈൻ യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ASRB നെറ്റിന്റെ ഒക്കെ എക്സാമിനാണെന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കേണ്ടാവുക. അപ്പോ there are many experiments in which certain treatments require large size plot areas or fields where some other treatments can exhibit in smaller areas. അതായത് ചില എക്സ്പെരിമെന്റൽ ഡിസൈൻസിൽ ചില ട്രീറ്റ്മെന്റുകൾക്ക് ലാർജർ പ്ലോട്ട് ഏരിയ വേണം, ചില ട്രീറ്റ്മെന്റുകൾക്ക് സ്മോളർ പ്ലോട്ട് ഏരിയയിലാണെങ്കിൽ നമുക്ക് കമ്പാരിസൺ അല്ലെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇറിഗേഷനും ഫെർട്ടിലൈസറും എടുക്കാം. ഇറിഗേഷൻ എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് കമ്പാരിസൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ലാർജർ പ്ലോട്ടുകൾ വേണം, നമുക്കറിയാലോ, ലാർജർ പ്ലോട്ടുകൾ വേണം. പക്ഷെ ഫെർട്ടിലൈസർ ആവുമ്പോൾ സ്മോളർ പ്ലോട്ടുകളിലാണെങ്കിലും നമുക്ക് ആ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈൻ എന്ന് പറയുന്നത് ബേസിക്കലി 2 ഫാക്ടർ കമ്പാരിസന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. അവിടെ ലാർജ് പ്ലോട്ട് ഏരിയ ആവശ്യമുള്ള ഒരു ഫാക്ടർ ഉണ്ടാവും, സ്മോളർ പ്ലോട്ട് ഏരിയാസ് ആവശ്യമുള്ള ഒരു ഫാക്ടർ ഉണ്ടാവും. ഇറിഗേഷനും ഫെർട്ടിലൈസറും പോലെ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളുള്ള ഒരു 2 ഫാക്ടർ എക്സ്പെരിമെന്റ് എടുത്താൽ ഒരെണ്ണത്തിന് ലാർജർ എക്സ്പെരിമെന്റൽ യൂണിറ്റ് ആവശ്യം വരും, ഒരെണ്ണത്തിന് സ്മോളർ എക്സ്പെരിമെന്റൽ യൂണിറ്റിന്റെ ആവശ്യമേ ഉള്ളൂ. അതാണ് ആദ്യത്തെ 2 പോയിന്റ് ആയിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നത്. 1 ഫാക്ടർ കോൾഡ് ദ മെയിൻ പ്ലോട്ട് ഫാക്ടർ ഈസ് അപ്ലൈഡ് ടു ലാർജ് എക്സ്പെരിമെന്റൽ യൂണിറ്റ്സ് ആൻഡ് അനദർ ഫാക്ടർ which is called subplot factor and is applied within each main plot to the smaller units. They are called subplot treatments. Okay, അതായത് ഇറിഗേഷൻ എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് നമ്മൾ ലാർജ് സൈസ് പ്ലോട്ടിലാണ് അപ്ലൈ ചെയ്യുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ഹോൾ പ്ലോട്ട്സ് അല്ലെങ്കിൽ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. ഒന്നുകിൽ ഹോൾ പ്ലോട്ട് എന്ന് വിളിക്കും, WHOLE ഹോൾ പ്ലോട്ട് എന്ന് വിളിക്കും, അല്ലെങ്കിൽ മെയിൻ പ്ലോട്ട് എന്ന് വിളിക്കും. ഇനി ഫെർട്ടിലൈസർ ആണെങ്കിൽ സ്മോൾ സൈസ് പ്ലോട്ട് മതി വിത്തിൻ എ ഹോൾ പ്ലോട്ട്. ആ ഹോൾ പ്ലോട്ടിൽ നമ്മൾ സബ് ഡിവൈഡ് ചെയ്തിട്ട് സബ് പ്ലോട്ട്സ് ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് അതിലാണ് നമ്മൾ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതിനെ സബ് പ്ലോട്ട്സ് എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് 2 പ്ലോട്ടുകളാണ് ബേസിക്കലി ഉണ്ടാവുക. ഒന്നൊരു ഹോൾ പ്ലോട്ട് അല്ലെങ്കിൽ മെയിൻ പ്ലോട്ട്. ഇനി ആ മെയിൻ പ്ലോട്ടിനെ സബ് ഡിവൈഡ് ചെയ്തിട്ട് ആ ഹോൾ പ്ലോട്ടിനെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ സബ് പ്ലോട്ട്സ് ഉണ്ടാക്കും. അതിൽ സെക്കൻഡ് ഫാക്ടർ, അതായത് സ്മോളർ ഏരിയ ആവശ്യമുള്ള ട്രീറ്റ്മെന്റുകൾ അപ്ലൈ ചെയ്യും. ഇങ്ങനെ ചെയ്യുന്ന ഡിസൈനെ വിളിക്കുന്ന പേരാണ് സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈൻ. ഇത് കൂടുതലും അഗ്രികൾച്ചറിലും ഒക്കെയാണ്, അഗ്രികൾച്ചറിലെ കെമിക്കൽ ഇൻഡസ്ട്രീസിൽ അനിമൽ ആൻഡ് വേരിയസ് ബയോളജിക്കൽ എക്സ്പെരിമെന്റ്സിലൊക്കെയാണ് നമുക്ക് സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈൻ കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത്. ഇനി നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് വേണ്ടുന്ന കാര്യങ്ങൾ പറയാം. 1, റാൻഡമൈസിങ് സർട്ടൈൻ ട്രീറ്റ്മെന്റ്സ് ഇസ് ഡിഫിക്കൽട്ട് ഓർ എക്സ്പെൻസീവ് ആൻഡ് there are hierarchical or nested levels of experimental units. എന്താണ് ഹയറാർക്കിക്കൽ അല്ലെങ്കിൽ നെസ്റ്റഡ് ലെവൽസ് ഓഫ് എക്സ്പെരിമെന്റൽ യൂണിറ്റ്സ് എന്ന് ഇതിനെ പറയാനുള്ള കാരണം, അല്ലെങ്കിൽ അപ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് പറയാനുള്ള റീസൺ എന്താണ്? അതായത് within each main plot there are subplots which receive another set of treatments. അതായത് ഒരു മെയിൻ പ്ലോട്ടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു മെയിൻ പ്ലോട്ടിൽ തന്നെ സബ് ഡിവൈഡ് ചെയ്തിട്ടുള്ള സബ് പ്ലോട്ട്സിലാണ് നമ്മൾ അടുത്ത ട്രീറ്റ്മെന്റ് റിസീവ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ ഒരു നെസ്റ്റഡ് മോഡൽ അല്ലെങ്കിൽ ഹയറാർക്കിക്കൽ മോഡൽ എന്ന് വിളിക്കാനുള്ള റീസൺ. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് പ്രിസിഷൻ ഇസ് അറ്റൈൻഡ് ഓൺ ദ സബ്പ്ലോട്ട് ട്രീറ്റ്മെന്റ്സ് ആൻഡ് ഇന്ററാക്ഷൻസ് ഓഫ് സബ്പ്ലോട്ട് ഇൻ ടു മെയിൻ പ്ലോട്ട് ട്രീറ്റ്മെന്റ്സ് ആസ് കമ്പയർഡ് ടു ദ മെയിൻ പ്ലോട്ട് ട്രീറ്റ്മെന്റ്സ് എല്ലാം. അതായത് മെയിൻ പ്ലോട്ട് ട്രീറ്റ്മെന്റ്സിനെ മാത്രം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സബ്പ്ലോട്ട് ട്രീറ്റ്മെന്റുകൾക്കും ഇന്ററാക്ഷൻ ട്രീറ്റ്മെന്റുകൾക്കുമാണ് കൂടുതൽ
പ്രിസിഷൻ, ഇൻക്രീസ്ഡ് പ്രിസിഷൻ അറ്റൈൻ ചെയ്യുന്നത് സപ്ലോ ട്രീറ്റ്മെന്റുകളും ഇന്ററാക്ഷൻസും ആണ് ആസ് കമ്പയർഡ് ടു മെയിൻ ഫ്ലോ ട്രീറ്റ്മെന്റ്സ്. അത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോ നമ്മളിപ്പോ ഇതിന്റെ ഭയങ്കര എന്താ പറയാ ഇൻഡെപ്തിൽ ഇതിന്റെ തിയറിയോ അല്ലെങ്കിൽ അത് വന്നത് എന്തുകൊണ്ടാണെന്നുള്ള റീസണോ ഒന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ അങ്ങനെ പഠിക്കാൻ നമ്മളൊരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം അല്ലല്ലോ എഴുതുന്നത്. അപ്പൊ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് തൽക്കാലം ബൈഹാർട്ട് ചെയ്ത് വെക്കുക പോയിന്റ്സ്. ഒരു സപ്ലോട്ട് ഡിസൈനില് മെയിൻ ഫ്ലോ ട്രീറ്റ്മെന്റ്സിനെക്കാളും ബാക്കിയുള്ള രണ്ടെണ്ണത്തിനാണ് പ്രിസിഷൻ കൂടുതലുള്ളത്. ഇനി ഡബിൾ സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈൻ ഉണ്ട്, ട്രിപ്പിൾ സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈൻ ഉണ്ട്, ആൻഡ് ഓൾസോ മൾട്ടിപ്പിൾ ഉണ്ട്. എന്താണിത്? അതായത് 2 3 അതിൽ കൂടുതലോ സ്പ്ലിറ്റുകൾ വരുന്നു. അതായത് നമുക്ക് ആവശ്യമെങ്കിൽ ഈ സബ് പ്ലോട്ടുകളെ വീണ്ടും വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, എന്നിട്ട് സബ് പ്ലോട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു മെയിൻ പ്ലോട്ടും ആ മെയിൻ പ്ലോട്ടിനെ സബ് ഡിവൈഡ് ചെയ്ത് ഒരു സബ് പ്ലോട്ടും ആണ് ഉള്ളത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഒരു സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈൻ ആണ്. ഇനി ഡബിൾ സ്പ്ലിറ്റ് പ്ലോട്ട് ഉണ്ടാക്കാം. അപ്പൊ വീണ്ടും ഈ സബ് പ്ലോട്ടിനെ എന്ത് ചെയ്യണം? സബ് ഡിവൈഡ് ചെയ്യണം, എന്നിട്ട് സബ് പ്ലോട്ടുകളാക്കണം. ഇനി വീണ്ടും ഡിവൈഡ് ചെയ്യാം, അപ്പൊ ട്രിപ്പിൾ ആവും. ഇനി ആവശ്യമെങ്കിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ഇതിനെ സബ് ഡിവൈഡ് ചെയ്യാം, അപ്പൊ മൾട്ടിപ്പിൾ ആവും. അപ്പൊ അതാണ് ഡബിൾ സ്പ്ലിറ്റ്, ട്രിപ്പിൾ സ്പ്ലിറ്റ്, മൾട്ടിപ്പിൾ സ്പ്ലിറ്റ് എന്നൊക്കെ പറയുന്നത്. അത് അടുത്ത പോയിന്റ്. ഇനി ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ്, ഇഫ് there are m splits in a split plot design, ഒരു സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈനില് m സ്പ്ലിറ്റുകൾ ഉണ്ടെങ്കിൽ, അതായത് m തവണ നമ്മൾ ഈ സബ് പ്ലോട്ടുകളെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ m+1 എറർ ടേംസ് ഉണ്ടായിരിക്കും അതിന്റെ അനാലിസിസ് ഓഫ് വേരിയൻസിൽ. m+1 എറർ ടേംസ് ഉണ്ടായിരിക്കും. അപ്പോൾ m സ്പ്ലിറ്റുകൾ ഉണ്ടെങ്കിൽ m+1 എറർ ടേംസുകൾ ഉണ്ടായിരിക്കും. +1 നോക്കിയാൽ മതി. ഇനി നമ്മൾ പറഞ്ഞല്ലോ 2 ട്രീറ്റ്മെന്റുകളാണ് ഉള്ളത്. ഒന്നിനെ മെയിൻ പ്ലോട്ടിലും ഒന്നിനെ സബ് പ്ലോട്ടിലും അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മെയിൻ പ്ലോട്ടിൽ കൊടുത്ത ട്രീറ്റ്മെന്റ് എ ആണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഫാക്ടർ എ ആണെന്ന് വിചാരിക്കാം. സബ് പ്ലോട്ടിൽ കൊടുത്ത ഫാക്ടർ ബി ആണെന്ന് വിചാരിക്കാം. ആണെങ്കിൽ എയുടെ എറർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഓൾവേസ് ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോർ എറർ ബി. അപ്പോ എയുടെ എറർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും എപ്പോഴും ലെസ് ദാൻ ദാറ്റ് ഓഫ് ബിയുടെ എറർ. ഇത്രയും പോയിന്റ്സ് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സ്പ്ലിറ്റ് പ്ലോട്ടിന് ഇത്രയും കാര്യങ്ങളാണ് ഓർക്കാനുള്ളത്. ഹൈറാർക്കിക്കൽ ഓർ നെസ്റ്റഡ് മോഡൽ എന്ന് വിളിക്കാറുണ്ട്. പ്രിസിഷൻ ഏതിനാണ് കൂടുതൽ, പിന്നെ ഡബിൾ സ്പ്ലിറ്റ്, ട്രിപ്പിൾ സ്പ്ലിറ്റ്, മൾട്ടിപ്പിൾ സ്പ്ലിറ്റ്, പിന്നെ m സ്പ്ലിറ്റ്സ് ഉണ്ടെങ്കിൽ m+1 എറർ ടേംസ് ഉണ്ടായിരിക്കും, പിന്നെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഏതിനാണ് കുറവ് കൂടുതൽ. ഇനി അടുത്തത് ഇതിന്റെ കുറച്ച് മെറിറ്റ്സ് ആണ്. ഒരു മെറിറ്റ് എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ്സ് റിക്വയറിംഗ് large experimental units are easily accommodated without hampering other treatments. ലാർജ് എക്സ്പെരിമെന്റൽ യൂണിറ്റുകൾ ആവശ്യമുള്ളവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതായത് നമുക്ക് എഫിഷ്യന്റ്ലി ട്രീറ്റ്മെന്റുകളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ലാർജ് ഏരിയാസിൽ വിതൗട്ട് ഇന്റർഫിയറിംഗ് വിത്ത് അതർ മോർ ഈസിലി അപ്ലൈഡ് ട്രീറ്റ്മെന്റ്സ്. അതായത് ബാക്കിയുള്ളതുമായിട്ട് ഇന്റർഫിയർ ആവാതെ നമുക്ക് ഈ ലാർജ് എക്സ്പെരിമെന്റൽ യൂണിറ്റിൽ ഈ ട്രീറ്റ്മെന്റുകളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ബാക്കിയുള്ള ട്രീറ്റ്മെന്റ്സുമായിട്ട് ഇപ്പൊ ഇറിഗേഷനും ഫെർട്ടിലൈസറും തന്നെ നോക്കിയാൽ മതി. അറിയാലോ, ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ വാട്ടർ കണ്ടന്റ് വെച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ആ ഒരു മിക്സ്ഡ് അപ്പ് ഉണ്ടാവാതെ, എന്താ പറയാ, ഒരു ട്രീറ്റ്മെന്റിലോട്ട് ഇന്റർഫിയർ ചെയ്ത് പോകാതെ നമുക്ക് ആ ലാർജ് എക്സ്പെരിമെന്റൽ യൂണിറ്റിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. 2, പ്രിസിഷന്റെ കാര്യമാണ്. ഞാൻ കീ പോയിന്റ് ആയിട്ട് നേരത്തെ പറഞ്ഞില്ലേ, അത് ഇവിടെ ഒരു പോയിന്റ് ആയിട്ട് പറയാം. ഞാനത് ജസ്റ്റ് അങ്ങനെ കീ പോയിന്റ് ഓൾസോ, അത് നേരത്തെ പറഞ്ഞ കീ പോയിന്റ് ഇവിടെ പറയാം. അതായത് പ്രിസിഷൻ എപ്പോഴും സബ് പ്ലോട്ടിനും ഇന്ററാക്ഷനുമായിരിക്കും പ്രിസിഷൻ കൂടുതൽ വരാം. മൂന്നാമത്തെ പോയിന്റ്, this design is very convenient in agricultural experiments where treatments like spacing, ploughing, irrigation, etc. are involved. അപ്പോൾ അഗ്രികൾച്ചറൽ എക്സ്പെരിമെന്റ്സിലാണ് കൂടുതലും ഈ ഡിസൈൻ കൺവീനിയന്റ് ആയിട്ടുള്ളത്. It saves a lot of area which would have otherwise been required in any other design. ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഏരിയ സേവിങ്സ് ഉണ്ട്, ബിക്കോസ് നമ്മൾ മെയിൻ പ്ലോട്ടിനെയാണ് ഡിവൈഡ് ചെയ്ത് സബ് പ്ലോട്ട്സ് ആക്കുന്നത്. സോ ഇറ്റ് സേവ്സ് എ ലോട്ട് ഓഫ് ഏരിയ. ഇനി ഡീമെറിറ്റ്സ്, ഇതൊക്കെ ജസ്റ്റ് പോയിന്റ്സ് ആണ്, നമ്മൾ ഒരുപാട് തിയറി ഒന്നും പറയുന്നില്ല, അപ്പൊ പോയിന്റ്സ് ഓർത്ത് വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത്, ഇഫ് ദർ ഇസ് മെനി മിസ്സിംഗ് ഒബ്സർവേഷൻ ദ അനാലിസിസ് ബിക്കംസ് മച്ച് മോർ കോംപ്ലക്സ് ആസ് കമ്പയർഡ് ടു RPD. അതായത് മിസ്സിംഗ് ഒബ്സർവേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എന്താ CRD വെച്ച് പറയാത്തെ? CRDയിൽ ഒരു മിസ്സിംഗ് വന്നാലും
അത് അത്ര ആൾട്ടർ ചെയ്യുന്നില്ല അതിനെ. CRDയിൽ ഒരു മിസ്സിംഗ് വന്നാലും കുഴപ്പമില്ല. പക്ഷെ RBD വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മിസ്സിംഗ് ഒബ്സർവേഷൻ ഒക്കെ വന്നാൽ ദിസ് അനാലിസിസ് ബിക്കം മച്ച് മോർ കോംപ്ലെക്സ്. ആൻഡ് ദ കാൽക്കുലേഷൻസ് ഫോർ സ്റ്റാൻഡേർഡ് എറേഴ്സ് ഫോർ ഡിഫറെന്റ് പെയർസ് ഓഫ് ട്രീറ്റ്മെന്റ് മീൻസ് ക്വയറ്റ് കമ്പൾസം. അത് സ്റ്റാൻഡേർഡ് എററിന്റെ കാൽക്കുലേഷൻ ഫോർ ഡിഫറെന്റ് പെയർ ഓഫ് ട്രീറ്റ്മെന്റിന് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഇത്രയുമാണ് ഡീമെറിറ്റ്സിൽ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സ്പ്ലിറ്റ് പ്ലോട്ടിൽ ഓർത്ത് വെക്കാം. ഇത് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് സ്പ്ലിറ്റ് പ്ലോട്ടിൽ അവൈലബിൾ ആണ്. പക്ഷെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻസ് അങ്ങനെ കണ്ടിട്ടില്ല. എന്നാൽ നമുക്ക് ഒരു 4 ക്വസ്റ്റ്യൻസ് ഇപ്പൊ നോക്കാം. ബാക്കി അല്ലാതെ നമുക്ക് ഡിസൈനിന്റെ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുമ്പോൾ നോക്കാം. ഓക്കെ, അപ്പൊ സ്പ്ലിറ്റ് പ്ലോട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈൻ ക്യാൻ ഇൻവോൾവ് ഓൺലി ഫസ്റ്റ് ഓപ്ഷൻ 2 factors, second option 3 factors, both A and B and none. സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈനിൽ 2 ഫാക്ടർ കമ്പാരിസൺ ആണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. 2 ഫാക്ടർ കമ്പാരിസൺ ആണ് സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈനിൽ 2 ഫാക്ടർ കമ്പാരിസൺ ആണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. 2. അപ്പൊ ഓപ്ഷൻ എ ആണ് ആദ്യത്തെ ആൻസർ, 2 ഫാക്ടർ. 2. When the treatments require different size plot for experimentation, frequently adopted designers, അതായത് ട്രീറ്റ്മെന്റിന് ഡിഫറെന്റ് സൈസ് ഓഫ് പ്ലോട്ട് ആവശ്യമായിട്ട് വന്നാൽ നമ്മൾ ഏത് ഡിസൈൻ അഡോപ്റ്റ് ചെയ്യും? ഡിഫറെന്റ് സൈസ് ഓഫ് പ്ലോട്ട് ആവശ്യമായിട്ട് വന്നാൽ കൺഫൗണ്ടഡ് ഡിസൈൻ ആണോ, സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈൻ ആണോ, ബാലൻസ്ഡ് കൺഫൗണ്ടിങ് ആണോ, നൺ ഓഫ് ദ എബോവ് ആണ്? എന്തായാലും അതിന് നമുക്കിപ്പോൾ ഓപ്ഷൻസ് നോക്കേണ്ട ആവശ്യമില്ല. സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈൻ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ 2 ട്രീറ്റ്മെന്റ്സ് ആണ് നമ്മൾ സ്പ്ലിറ്റ് പ്ലോട്ടിൽ കമ്പയർ ചെയ്യുന്നത്. അവിടെ ഒരെണ്ണത്തിന് ലാർജർ ഏരിയയും ഒരെണ്ണത്തിന് സ്മോളർ ഏരിയയും ആവശ്യം വരുമ്പോഴാണ് നമ്മൾ സ്പ്ലിറ്റ് പ്ലോട്ടിലോട്ട് പോകുന്നത്. സോ ഓപ്ഷൻ ബി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലാർജ് സൈസ് പ്ലോട്ട്സ് റിസീവിംഗ് ദ ട്രീറ്റ്മെന്റ്സ് ഇൻ സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈൻ ആർ കോൾഡ്. ലാർജ് സൈസ് പ്ലോട്ട്സ് റിസീവിംഗ് ദ ട്രീറ്റ്മെന്റ്സ്, അതായത് ലാർജ് സൈസ് പ്ലോട്ടിൽ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ഇൻ സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈൻ ആർ കോൾഡ്. ആ പ്ലോട്ടുകളെ എന്താണ് വിളിക്കുക? മെയിൻ പ്ലോട്ട്സ് എന്നാണോ, ഹോൾ പ്ലോട്ട്സ് എന്നാണോ, അതോ രണ്ടും വിളിക്കാറുണ്ടോ, അതോ രണ്ടും അല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ലാർജ് സൈസ് പ്ലോട്ടുകളിൽ റിസീവ് ചെയ്യുന്നത് അതിനെ വിളിക്കുന്നത് മെയിൻ പ്ലോട്ട് ഓർ ഹോൾ പ്ലോട്ട്, രണ്ടും വിളിക്കാം. സോ ബോത്ത് എ ആൻഡ് ബി. അപ്പൊ ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈൻ മോർ പ്രിസിഷൻ ഇസ് അറ്റൈൻഡ് ഫോർ. ഒരു സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈനിൽ കൂടുതൽ പ്രിസിഷൻ ഏതിനാണ്? മെയിൻ പ്ലോട്ട് ട്രീറ്റ്മെന്റിനാണോ, സബ് പ്ലോട്ട് ട്രീറ്റ്മെന്റിനാണോ, ബ്ലോക്ക് ഡിഫറൻസസുകൾക്കാണോ, അതോ എല്ലാവർക്കും ആണോ? ശരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഓപ്ഷൻ എ കുത്താനാണ് ചാൻസ് കൂടുതൽ തോന്നുക. ബിക്കോസ് മെയിൻ പ്ലോട്ട് ട്രീറ്റ്മെന്റുകൾക്കാണല്ലോ ലാർജർ ഏരിയ ഉള്ളത്. അപ്പൊ നമ്മൾ അങ്ങനെ വിചാരിക്കും, നമ്മൾ അങ്ങനെ പറയാറുണ്ടല്ലോ, ഏരിയ എന്താണെങ്കിലും എണ്ണം കൂടുമ്പോൾ പ്രിസിഷൻ കൂടുന്നത്. അപ്പൊ മെയിൻ പ്ലോട്ട് എന്ന് പറയാൻ ഉള്ളൊരു ഇത് നമുക്ക് തോന്നും. പക്ഷെ ആൻസർ ബി ആണ്, സബ് പ്ലോട്ട് ട്രീറ്റ്മെന്റ് ആണ്. അതാണ് നമ്മൾ കീ പോയിന്റ് ആയിട്ട് പഠിച്ചത്. സബ് പ്ലോട്ട് ട്രീറ്റ്മെന്റുകൾക്ക് അല്ലെങ്കിൽ ഇന്ററാക്ഷൻ ട്രീറ്റ്മെന്റുകൾക്കാണ് പ്രിസിഷൻ ഒരു സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈനിൽ കൂടുതലായിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എ, രണ്ടാമത്തെ ഓപ്ഷൻ ബി, മൂന്നാമത്തെ ഓപ്ഷൻ സി, നാലാമത്തെ ഓപ്ഷൻ ബി. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. അല്ലാതെ ഇപ്പോ ഇതിന്റെ എറർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഒക്കെ ഉണ്ടെങ്കിൽ, മീൻസ് അങ്ങനത്തെ ഒക്കെ തന്നിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലംസ് ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. നമുക്ക് അല്ലാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈൻ. ആവശ്യമുള്ള പോയിന്റുകൾ മാത്രം വെച്ചിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഒന്ന് പഠിച്ചിട്ട് ഈ പ്രോബ്ലംസിന്റെ ആൻസർ നോക്കുക. ഓക്കെ, അപ്പോൾ ഡിസൈനിന്റെ കഴിഞ്ഞു, ഡിസൈനിന്റെ ടോപ്പിക്സ് എല്ലാം കഴിഞ്ഞു, സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈൻ കഴിഞ്ഞു. ഇനി നമുക്ക് എസ്റ്റിമേഷനോ ടെസ്റ്റിങ്ങോ ഏതാണ് അടുത്തത് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് കമന്റ് ബോക്സിൽ ഇട്ടാൽ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം. എസ്റ്റിമേഷൻ എങ്കിൽ എസ്റ്റിമേഷൻ, അല്ലെങ്കിൽ ടെസ്റ്റിംഗ്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കുറച്ച് ചെയ്തിട്ട് ഇന്ന് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്, നമ്മൾ ബാക്കിയുള്ള 2 എണ്ണം തുടങ്ങിയോണ്ട്. അപ്പൊ നമുക്ക് അതും ഇടയ്ക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അല്ലാതെ മെയിൻ ആയിട്ട് എന്താ തുടങ്ങേണ്ടതെന്ന് ഒന്ന് കമന്റ് ബോക്സിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് എസ്റ്റിമേഷൻ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.